ഗോപു സാർ ഈയിടെ നാട്ടിൽ പോയപ്പോട്ടോ ഒരു മോൻ അതിന് മുമ്പേ അതിൻ്റെ മുമ്പത്തെ സ്റ്റോറി പറയാം. ഒരു 5-6 ഇയേഴ്സ് മുമ്പേ ഞാൻ ഈ മോനെ കാണുമ്പോൾ നല്ല 12th നല്ല മാർക്ക് കിട്ടി, നല്ലൊരു പ്രൊഫഷണൽ കോഴ്സിന് ചേരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ അച്ഛൻ ഭയങ്കര സന്തോഷത്തിൽ ഞങ്ങൾക്ക് സ്വീറ്റ്സ് ഒക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കൊണ്ട് തന്നതാ. അപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം കുറേ നാൾ കഴിഞ്ഞൊന്നും ഞാൻ പറഞ്ഞില്ല, 5-6 വർഷമായി ഈ ആൻറ്റിയെ കണ്ടപ്പം ആൻറ്റി ഇങ്ങനെ പറയാം. ഞാൻ ചോദിച്ചു മോൻ എന്ത് ചെയ്യണു? അപ്പൊ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്താന്ന് പറഞ്ഞാൽ, ഓ അവൻ ഏതോ കമ്പനിയിൽ നല്ല പൊസിഷനിലായിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ നമ്മൾ ചോദിക്കുക, നന്നായി പഠിക്കുന്ന കുട്ടി. അപ്പൊ ഉടനെ ആൻറ്റി പെട്ടെന്ന് മുഖമൊക്കെ അങ്ങ് മാറിയിട്ടോ, നല്ല സങ്കടത്തിലായി. അപ്പൊ ആൻറ്റി പറഞ്ഞു, മോളെ അവനിപ്പം പെയിന്റിങ് ജോലിക്ക് പോവാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയിടാ. എനിക്ക് കാണിക്കാൻ പറ്റില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും ഷോക്ക്ഡ് ആയി. ബിക്കോസ് ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടി, ഇത്രയും നല്ല മാർക്ക് കിട്ടുന്ന ഒരു കുട്ടി പെയിന്റിങ് ജോലി, ശരിക്കും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിന്റെ വേറൊരു സൈഡ് പറയട്ടെ. ആ ഒരു അമ്മേന്റെയും അച്ഛന്റെയും മൈൻഡിൽ ചിലപ്പോൾ അതൊരു സാഡാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ആലോചിച്ചൂടെ? ഇത് ഞാൻ കേട്ടപ്പോൾ എനിക്കെന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട പറയട്ടെ ഈ പാട്ടില്. ആ മോൻ പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് വൈറ്റ് കോളർ ജോബ് മാത്രം നോക്കാതെ അവന് വന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ് മേ ബി പെയിന്ററായിട്ട് ജോയിൻ ചെയ്യാൻ. ആ കുട്ടി വേഗം അതെടുത്തു. നാളെ അവൻ അതിലെന്നെ ഭയങ്കര നന്നായിട്ട് ഇംപ്രൂവൈസ് ചെയ്ത്, പിന്നെ വേറൊരു ദിവസം ഒരു പെയിന്റിങ് എന്താ പറയുക കോൺട്രാക്ടറായി മാറി. പിന്നെ അതിന്റെ ഒരു ഡീലർഷിപ്പ് ഒക്കെ എടുത്ത് ആരറിഞ്ഞു കുറച്ച് വർഷം കഴിഞ്ഞ് ആ മോനൊരു വലിയ ഫാക്ടറി പെയിന്റ് ഫാക്ടറിന്റെ ഓണറായി കൂടെ. ഞാൻ ആ ആംഗിളിൽ ചിന്തിച്ചില്ല കേട്ടോ. നമ്മളെപ്പോഴും എന്താ അറിയോ, മാർക്സ് കിട്ടുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുന്ന മാർക്സ് ഡയറക്റ്റ്ലി സക്സസ് നമുക്ക് തരുന്ന. ആക്ച്വലി മാർക്സ് നമുക്കൊരു എൻട്രിയാണ് തരുന്നത്. നമ്മുടെ മെമ്മറീനൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ലേ നമ്മൾ എക്സാമും മാർക്സും ഒക്കെ. അത് കഴിഞ്ഞ് ലൈഫിൽ നമ്മൾ എന്താവുന്നു, നമ്മൾ എത്ര അഡാപ്റ്റ് ചെയ്യുന്നു, ഏത് ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറൊരു തന്നെ സ്കില്ലാണ്. മാർക്സ് അത് ഡയറക്റ്റ്ലി സക്സസ് തരുന്ന ഒരു കാര്യമല്ല. മാർക്സ് ജസ്റ്റ് ബിഗിനർ ഒരു എന്താ പറയുക എൻട്രി പോയിന്റ് മാത്രമാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ബാക്കി നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ എല്ലാത്തിലേക്കും കൊണ്ടുപോകണത്. ശരിക്കും നീ ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുക, ആ കുട്ടിയെ തന്നെ ഒരു ഫെയിലിയർ ആയിട്ട് കാണാണ്ട് കിട്ടിയ ഓപ്പർച്യൂണിറ്റീനെ എടുത്ത് അതിനെ ഇതുപോലെ നീ പറയുന്ന പോലെ യൂട്ടിലൈസ് ചെയ്താ പറയാൻ പറ്റില്ല ആ കുട്ടി നാളേക്ക് ആരാവും എന്നല്ലേ. ശരിക്കും നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഡാണ്. ഫെയിലിയർ ഷുഡ് നോട്ട് ഹാപ്പൻ എന്നാണ് നമ്മളും വിചാരിക്കുന്നത്. നമ്മൾ നമ്മുടെ പിള്ളേരിലും ഇതാണ് ഇൻകൾക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഞാൻ തോറ്റു, എനിക്കിനി ഒരു വഴിയില്ല എന്നാണ് നമ്മൾ ശരിക്കും ആ ചിന്ത, റോങ് ചിന്തയാണ് നമ്മൾ പിള്ളേരുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാം ജയിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ടോപ്പ് ലെവലിലാവും എന്നുള്ളൊരു റോങ് ചിന്തയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. ശരിക്കും ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടുവേർഡ്സ് സക്സസ് എന്നാണ് പറയുന്നത്. എന്താന്ന് പറഞ്ഞാൽ ഒരു ഫെയിലിയർ വരുമ്പോഴേ നമ്മൾ എവിടെയാണ്, എങ്ങനെയാണ് നമുക്ക് ആ ഫെയിലിയർ വന്നു എന്ന് ചിന്തിച്ചാൽ നമുക്ക് അത് സക്സസിലോട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതേസമയം ഐ ആം എ ഫെയിലിയർ എന്ന് എപ്പോൾ ചിന്തിക്കാൻ തുടങ്ങിയോ അവിടെ നമ്മളുടെ ഗ്രോത്ത് ആക്ച്വലി സ്റ്റോപ്സ് അല്ലേ. ശരിക്കും നമ്മൾ ആ ഫെയിലിയറിനെ അതിനെ നമ്മളുടെ സക്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ പിള്ളേരെയും പഠിപ്പിക്കേണ്ടത്. നമ്മളുടെ മൈൻഡ് സെറ്റും കുറെ മാറ്റേണ്ടത് അങ്ങനെയാണ്. അതെ, അതെ. പിന്നെ ഈ യങ് ടീനേജേഴ്സിന് നമ്മൾ വേറൊരു കാര്യം അവർ മനസ്സിൽ വെക്കേണ്ട ഒന്നാണ്, നമുക്കൊരു നല്ല മാർക്സ് കിട്ടിയിച്ചുള്ളൂ. അപ്പം നിങ്ങൾ 3 കാര്യങ്ങളാണ് ഓപ്പൺ ചെയ്യുന്നത്. ഒന്ന്, നിങ്ങളെ റെസ്യൂമെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. കാരണം എന്താ, നിങ്ങളെ ക്വാളിഫിക്കേഷൻ നന്നായി, നിങ്ങൾക്ക് കുറേ ഡിഗ്രി, അതോടെ ആ റെസ്യൂമെ കണ്ട് പല സ്ഥലത്തേക്കും നിങ്ങളവർ വിളിക്കും. പക്ഷേ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, നമ്മുടെ സ്കില്ല്. അതെന്ത് കാണിച്ചു തരും, അവിടെ നമുക്ക് എത്രത്തോളം സർവൈവ് ചെയ്യാൻ പറ്റുന്നു, അവിടെ നമുക്ക് എത്ര ഗ്രോ ചെയ്യാൻ പറ്റുന്നോ, അവിടുന്ന് നമുക്ക് എന്തൊക്കെ ഏൺ ചെയ്യാൻ പറ്റുന്നോ, അതോടുകൂടി നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുന്നു. അപ്പൊ ഈ മനസ്സിൽ കുട്ടികൾ, ചെറിയ യങ് സ്റ്റുഡൻസ് ഒക്കെ ഇതെപ്പോഴും മനസ്സിൽ വെച്ചാൽ എന്താ അറിയോ, അവർക്ക് എവിടെ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ദം. അതെ. ഇതുപോലെ വേറൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ടാലന്റ് വേഴ്സസ് കൺസിസ്റ്റൻസി. ഓക്കെ. ടാലന്റ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഓക്കെ ടാലന്റ് ഉണ്ട്, അപ്പം ശരിക്കും നമുക്കതൊരു ഓപ്പണിംഗ് കാര്യത്തിന് വളരെ വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും, ദാറ്റ് വി ഹവ് ഗോട്ട് ദി ടാലന്റ്. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് വലിയ ടാലന്റ് ഇല്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആക്ച്വലി നമുക്കത് ടാലന്റിനെക്കാട്ടും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. സേ ഫോർ എക്സാമ്പിൾ, മാത്സ് നന്നായിട്ട് അറിയുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് മാത്സിന് നല്ല മാർക്കുണ്ട്. അപ്പോൾ വിചാരിക്കുകയാണ് ടാലന്റ് ഉണ്ട്, മാത്സ് പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ടാലന്റ് ഉണ്ട്, പക്ഷേ ദാറ്റ് കുട്ടി ഈസ് നോട്ട് കൺസിസ്റ്റന്റ്.
ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എക്സാം വരികയാണ്. പക്ഷേ ഈ ഒരു കുട്ടി വിച്ച് ഇസ് ലൈക്ക് ആവറേജ് കൈൻഡ് ഓഫ് മാത്സിന് ഡെയിലി, ഓക്കെ, ദാറ്റ് കിഡ് ഈസ് ഡൂയിങ് സംവെയർ അറൌണ്ട് ലൈക്ക് 50 ക്വസ്റ്റ്യൻസ് എവറി ഡേ. ഒരു മാറ്റവും ഇല്ലാണ്ട് ഒരു മാസം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോണ്ട് യു തിങ്ക് ഈ ടാലന്റ് ഉള്ള കുട്ടീനെ കാട്ടും ആ കുട്ടിക്ക് ചെയ്യാന്ന്? ബിക്കോസ് ദ കൈൻഡ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ കുട്ടി ഫേസ് ചെയ്തതും അത് സോൾവ് ചെയ്തതും അത് ട്രൈ ചെയ്ത് സോൾവ് ചെയ്തതും അത് ഒരിക്കലും നത്തിങ് ക്യാൻ ബീറ്റ് ദാറ്റ്, അല്ലേ? അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫാക്റ്റ് ആയിട്ട് രഞ്ജു, കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റാ. അതേപോലെ ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെ പഠിക്കണം അതും ഒന്ന് പഠിക്കാനുള്ള വിഷയമാണ്. അതായത് നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ വിചാരിക്കരുത് ഐ ഹാവ് ഓൾ ദ ടൈം ഇൻ ദ വേൾഡ് പതുക്കെ ചെയ്യാനോ. വേൾഡ് മാറിക്കൊണ്ടിരിക്കുക, പെട്ടെന്നാണ് ചേഞ്ചസ് വരുന്നത്. നമ്മൾ പതുക്കെ സമയം എടുത്ത് പഠിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ ടൈം കഴിഞ്ഞു. അപ്പം എന്താ, പുതിയ സാധനം എത്തി. അപ്പം നമ്മൾ കുറച്ച് ക്വിക്കാവണം, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യണം. പിന്നെ കൂടാതെ എന്തെങ്കിലും ഇപ്പം നമ്മൾ പഠിച്ച രീതികളോ എന്തെങ്കിലും ഒന്ന് തെറ്റായ പോലെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് അതിനെ അൺലേൺ ചെയ്തിട്ട് പുതിയത് പഠിക്കാനുള്ളൊരു മനസ്സും നമുക്ക് വേണം. അതെ. അതുപോലെ തന്നെ വേറെ ഒരെണ്ണാണ് സ്കിൽസും മെമ്മറൈസിങ്ങും. നമ്മൾ ആക്ച്വലി മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഒരു പരീക്ഷ വരുന്നു. അപ്പം നമ്മളിരുന്ന് സബ്ജക്ട്സിൽ നിന്ന് ബൈ ഹാർട്ട് ചെയ്ത് മെമ്മറൈസ് ചെയ്യുന്നു. എക്സാം കഴിഞ്ഞു, നല്ല മാർക്കും കിട്ടി. പക്ഷെ ഇതിന്റെ യൂസ് എന്താണ്? അല്ലെങ്കിൽ ഇത് കുറേ നാളത്തേക്കിന് നമ്മുടെ മെമ്മറിയിൽ നിൽക്കില്ല. ബിക്കോസ് ദറ്റ് ഷോർട്ട് ടേം ആണ്. ബിക്കോസ് നമ്മളത് മെമ്മറൈസ് ചെയ്ത് പഠിക്കുക. അതേസമയം വൈ ദിസ് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ട് എന്ന് നമ്മൾ നമ്മളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ചിലപ്പം അതിൻ്റെ ഡീപ്പ് റൂട്ടിൽ പോയിട്ട് നമ്മൾ മനസ്സിലാക്കും ദാറ്റ് വൈ ദിസ് ഈസ് ഹാപ്പനിങ്. ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് എ ലോങ് ടേം എഫക്റ്റ് ഓൺ അവർ മെമ്മറി ആൻഡ് അവർ സ്കിൽസ് ഓൾസോ. എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം വരുമ്പം വി നോ ഹൗ ടു സോൾവ് ഇറ്റ് ഓർ വി നോ ഹൗ ടു സോൾവ് ഇറ്റ്. അപ്പം അതാണ് അതിലൊരു ഡിഫറൻസ് വരുന്നത്. അപ്പം നമ്മൾ ഈ മെമ്മറൈസ് ചെയ്ത് കുറേ പഠിച്ചുകൊണ്ട് നമുക്ക് ഗുണങ്ങൾ വളരെ ഷോർട്ട് ടേമേ ഉണ്ടാവുള്ളൂ. എല്ലാം കൂടി നമ്മളൊന്ന് ഒരു നട്സെല്ലാക്കി പറയുകയാണെങ്കിൽ, ഒന്ന്, മാർക്ക് കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ച് മാർക്ക് കുറഞ്ഞത് കൊണ്ട് നമ്മൾ ഫെയിലിയറും അല്ല. മൈൻഡ് സെറ്റാണ് കുറച്ചും കൂടി നമ്മൾ ഇംപ്രവൈസ് ചെയ്യേണ്ട കാര്യം എല്ലാവരുടെയും. ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം ഗ്രാബ് ചെയ്യുക. അത് ഞാൻ ഒരു കുഞ്ഞു കാര്യം ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞുതരാം. ജസ്റ്റ് ഇമാജിൻ ഒരു ബലൂൺ. ഓക്കെ, ഒരു ബലൂൺ ഇങ്ങനെ ചുറ്റുണ്ടേ യൂണിവേഴ്സിൽ, നമുക്ക് അറിയില്ല. അതാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി. നമ്മൾക്ക് എപ്പോൾ ഇത് നമ്മളടുത്ത് വരുമെന്ന് അറിയില്ല. നമ്മളപ്പോൾ ഓരോ കാര്യങ്ങൾ, അൺനെസസറി കാര്യങ്ങൾ നമ്മളിങ്ങനെ എൻഗ്രോസ്ഡ് ആയിട്ട് ഇരുന്നാൽ ഈ ബലൂൺ വരുമ്പോൾ നമ്മൾ അത് പിടിക്കാൻ റെഡിയല്ല. അപ്പം എപ്പോൾ ഓപ്പർച്യൂണിറ്റി വന്നാലും പിടിക്കാൻ റെഡി ആയിരിക്കുന്ന ആൾക്ക് ആദ്യം ആ ബലൂൺ വരുമ്പോൾ പിടിക്കാൻ പറ്റും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസിന് നമ്മൾ യൂത്ത് എപ്പോഴും കുറച്ചും കൂടി ഓപ്പൺ ആയിട്ടിരിക്കുക. ബ്ലെസ്സിങ് ഏത് ഫോമിലാണ് വരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. സോ കൗണ്ട് ഓൾ യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് കീപ് വാച്ചിങ് എക്കോസ് ഓഫ് അവർ വിത്ത് റൺ ആൻഡ് ഗോ.